ഓക്കെ, വാട്ട് മേക്സ് എ ഗുഡ് ഡിജിറ്റൽ മാർക്കറ്റർ? ആ ചോദ്യത്തിനകത്ത് എനിക്ക് 3 ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഒന്ന്, യു നീഡ് ടു ബി ക്യൂരിയസ്. എന്താണ് നമ്മുടെ മുമ്പിൽ പുതിയതായിട്ട് വരുന്ന കാര്യങ്ങൾ, പുതിയതായിട്ടൊരു കാര്യം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും ഒരു സ്റ്റെപ്പ് പുറകോട്ട് മാറി നിന്നിട്ട് അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഐ ഷുഡ് ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്, അത് വേറെ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ പുറകോട്ട് പോകാൻ പാടില്ല. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഷുഡ് ഡു. എന്ത് ഡിഫിക്കൽട്ടി മുമ്പിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ടേക്ക് ഇറ്റ് അപ്പ്. മിസ്റ്റേക്സ് ഉണ്ടാകും, പ്രോബ്ലംസ് ഉണ്ടാകും. ആ പ്രോബ്ലംസിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്ന് വെച്ചാൽ റിസർച്ചാണ്. ആ പ്രോബ്ലം എന്താണ്, അത് എന്തിനെല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്നു, എന്താണ് അതിൻ്റെ കാരണം, എന്താണ് അതിൻ്റെ സൊല്യൂഷൻ, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കും സെക്കൻഡ് സ്റ്റേജിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് റിസർച്ച്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിന് അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. വി നീഡ് ടു ഇൻവെസ്റ്റ് ലോട്ട് ഓഫ് ടൈം ടു ഗെറ്റ് നോ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒരു എന്താണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ഡൊമൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള സെക്ഷൻ എന്ന് വെച്ചാൽ ടെക്നിക്കൽ SEO ആണ്. ദെൻ ഗൂഗിൾ ആഡ്സൻസ്, ബിസിനസ് സ്ട്രാറ്റജി. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് സമയം കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, നല്ല രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു ഡൊമൈനിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചു വെച്ചിരിക്കുകയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ടേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ചെയ്യാൻ പറ്റുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ് ഐ വാസ് ദെയർ. ഫേസ്ബുക്കിനകത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റിംഗ് മെത്തേഡിലൂടെയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എന്നെ കളിയാക്കിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്ക് ഇപ്പോൾ എന്നോട് സംശയങ്ങൾ ചോദിച്ചത് വരാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, മുമ്പ് അവരിങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. പിന്നെ ഇപ്പം ഫേസ്ബുക്കിൻ്റെ തന്നെ ഒരു പ്രോബ്ലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാർക്കും ബൂസ്റ്റ് പോസ്റ്റ് എന്നുള്ള സംഭവം കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിലും കണ്ടിട്ടുണ്ടാവും, ഫേസ്ബുക്കിലും കണ്ടിട്ടുണ്ടാവും, ഈവൻ വാട്സപ്പിലും കണ്ടിട്ടുണ്ടാവും. ബിസിനസ് അക്കൗണ്ടിനകത്ത് കണ്ടൻറ്റ് സ്റ്റാറ്റസ് ബൂസ്റ്റ് ചെയ്യാനും അതിനകത്ത് കാറ്റലോഗ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം അത് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്താണ് ചെയ്യുന്നത്, എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. ദെൻ അതിന് ശേഷം ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് റിസർച്ച് ചെയ്യണം. ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ റിസർച്ച് ചെയ്ത് മെറ്റാ ബിസിനസ് സ്യൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു യൂട്ടോപ്പിയിൽ ചെന്ന വല്ലാത്തൊരു ഡിഫറെൻറ്റ് വേൾഡിൽ ചെന്നൊരു ഫീലായിരിക്കും. അവിടെ പെട്ടെന്നൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. സമാധാനമായിട്ടിരുന്ന് പോയിൻറ്റ്സ് ബൈ പോയിൻറ്റ്സ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്ത്, ഇപ്പം നിങ്ങൾക്ക് ഇനിഷ്യലി കയറുമ്പോഴത്തേക്ക് ഒറ്റ ആഡ് അക്കൗണ്ട് ഉണ്ടാവുള്ളൂ. ആ ഒറ്റ ആഡ് അക്കൗണ്ടിനകത്ത് ഡിഫറെൻറ്റ് ബിസിനസ് ലിസ്റ്റിങ്സ് ഉണ്ടാവും. ഓരോ ഡിഫറെൻറ്റ് ബിസിനസ് ലിസ്റ്റിങ്സിനകത്തും ഓരോ ആഡുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആഡ് അക്കൗണ്ടിനകത്താണ് നമ്മൾ പേയ്മെൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഈ പേയ്മെൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്താണ് പിക്സൽ ഡേറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത ഇൻഫർമേഷൻ തൊട്ടടുത്ത സ്ഥലത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നില്ല, കംപ്ലീറ്റ് കൺഫ്യൂസ്ഡ് ആയി പോകും. പിന്നെ ഓരോ പോയിന്റും ഇന്ന ഒരു ടൂളിൽ നിന്നും അടുത്ത ടൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ എന്താണ്, അവിടെ പോയപ്പോഴത്തെ എനിക്ക് അവിടെ കിട്ടിയിട്ട് ഔട്ട്പുട്ട് എന്താണ്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ടൊരു ബുക്കിനകത്ത് എഴുതി വെച്ചതിന് ശേഷം വെൻ യു ആർ ഗെറ്റിംഗ് സം കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടി ടു ഗെറ്റ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ്, അവിടെ നിങ്ങൾ ഈ ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാക്കി റീകോൾ ചെയ്യാൻ പറ്റും പ്രോസസ്സിന്. അപ്പോൾ അവിടെ വേണ്ട ഒരു കാര്യം കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് ആണ്. പെട്ടെന്നൊരു കാര്യം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഒരു റോഡ് ബ്ലോക്ക് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ചില സമയങ്ങളിൽ അങ്ങനെ പോകാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല, സമാധാനമായിട്ട് ടെൻഷനാകാതെ നിങ്ങളുടെ ഹയർ ഒഫീഷ്യൽസ് ഒരുപാട് കാര്യങ്ങൾ പറയും, പ്രോബ്ലംസ് ഉണ്ടാക്കുക, നിങ്ങൾ ഇത് എത്ര സമയമായിട്ടൊന്നും ചെയ്യാത്ത എന്താണെന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. പക്ഷേ പേഷ്യൻ്റായിട്ട് അവിടെ നിന്ന് ആ പൊസിഷനിൽ എന്താണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ 3 കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയറിലേക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു സ്റ്റെപ്പായി. എനിക്കിതിനകത്ത് നിന്ന് യോബൽ ലൂക്ക എന്നുള്ള അക്കൗണ്ടിലുള്ള പുള്ളിക്കാരനെ എനിക്കറിയാം. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈവൻ
പല കാര്യങ്ങളും എനിക്ക് കംപ്ലീറ്റ് അറിയാമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വിട്ടു കളഞ്ഞിട്ട് വരത്തില്ല. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും നല്ല രീതിയിൽ. ആ ക്യൂരിയോസിറ്റി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള പറഞ്ഞു കൊടുത്തതിന് ശേഷം സമാധാനപരമായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ച് തിരിച്ച് വരുമ്പോഴാണ് അത് സക്സസ്ഫുൾ ആവുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ അവൻ്റെ എഫേർട്ടാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി എല്ലാത്തിനും ഓവറോളായിട്ട് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, കോമൺ സെൻസ്. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളൊരു ടൂളിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൂളിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. എവിടെയാണ് പ്രോബ്ലം ഉള്ളത്, അത് ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. സാമാന്യ ബുദ്ധി എന്നൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷേ ക്ഷമ വേണം. പേഷ്യൻസ് ഈസ് കീ.